Hi friends, good morning to all. Today we are going to discuss on the topic Design Clinic Schemes. Design Clinic Scheme for MSME sector is an initiative of the Ministry of Micro, Small and Medium Scale Enterprises and India's premier design institute, namely National Institute of Design. This scheme is launched under the National Manufacturing Competitiveness Program, that is NMCP. അതായത് നമ്മുടെ ഈ ഒരു ഡിസൈൻ ക്ലിനിക് സ്കീം എന്നുള്ളത് MSME മന്ത്രാലയത്തിൻ്റെയും ഇന്ത്യയിലെ പ്രീമിയർ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൻ്റെയും ഒരു സംരംഭമാണ്. NMCP പ്രകാരമാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഫോർ ഇംപ്രൂവിംഗ് ദ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ഇന്ത്യൻ MSMEs ത്രൂ ഡിസൈൻ. ഡിസൈനിലൂടെ നമ്മുടെ ഇന്ത്യയിലുള്ള MSMEസിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യുക. ടു പ്രൊമോട്ട് എക്സ്പോർട്ട് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇമ്പോർട്ട് ബൈ ക്രിയേറ്റിംഗ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ്. ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക. ഇമ്പോർട്ടിന് പകരമായിട്ട് ഇമ്പോർട്ടിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യുക. ടു അസിസ്റ്റ് ദ MSME ബൈ എൻഗേജിങ് എക്സ്റ്റേണൽ ഡിസൈൻ എക്സ്പെർട്ടൈസ് ഇൻ ദ ഫോം ഓഫ് കൺസൾട്ടൻസി. അതായത് എക്സ്റ്റേണൽ ഡിസൈനിലൊക്കെ നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ട് MSMEനെ അസിസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഇൻ ദ ഫോം ഓഫ് കൺസൾട്ടൻസിൻ്റെ ഫോമിലൊക്കെ. പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ടേക്കപ്പ് ഡിസൈൻ ആക്ടിവിറ്റീസൊക്കെ ടേക്കപ്പ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്കീമിൻ്റെ ഡിസൈൻ ക്ലിനിക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ദെൻ ബ്രീഫ് മേജർ ആക്ടിവിറ്റീസ് ടേക്കൺ അണ്ടർ ദി സ്കീം. അതായത് ഡിസൈൻ ക്ലിനിക് സ്കീം അണ്ടർടേക്ക് ചെയ്യുന്ന ചില മേജർ ആക്ടിവിറ്റീസാണ്. ഫസ്റ്റ് വൺ ഡിസൈൻ അവെയർനെസ്, അതായത് സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്പ് ഡിസൈൻ സെമിനാർസാണ്. One-day seminar covering design-related topics to sensitize MSMEs about the usage of design in various facets of their industry. അതായത് ഇതൊരു 1 day സെമിനാറാണ്. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഏതാണെന്ന് പറഞ്ഞാൽ സെൻസിറ്റൈസ് MSMEs അബൌട്ട് ദ യൂസേജ് ഓഫ് ഡിസൈൻസ് ഇൻ വേരിയസ് ഫാസറ്റ്സ് ഓഫ് ദെയർ ഇൻഡസ്ട്രി. അവരുടെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ വശങ്ങളും, അതായത് യൂസേജിൻ്റെ എല്ലാ വശങ്ങളെയും പറ്റി പരിചയപ്പെടുത്തുക. ദെൻ ഡിസൈൻ വർക്ക്ഷോപ്പ്. ടോട്ടൽ ടൈം അലോക്കേറ്റഡ് ഫോർ ഈച്ച് വർക്ക്ഷോപ്പ് ഈസ് 3 to 5 days. അതായത് 3 to 5 days ആണ് ഇതിന് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം. ഇതിൽ 1 day വിൽ സ്പെൻഡ് ഇൻ വിസിറ്റിംഗ് ക്ലസ്റ്റർ വിസിറ്റിങ്ങിന് 1 day ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസ് കൺസേൺഡ് വിത്ത് ക്ലസ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മനസ്സിലാക്കുക. Thereafter there will be training on design clinic solution delivered by an expert or a group of expert in an interactive manner. അതിനുശേഷം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അത് ഡിസൈൻ ക്ലിനിക് സൊല്യൂഷനെ കുറിച്ചിട്ടായിരിക്കും. ഒരു എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സോ ആയിരിക്കും. ഒരു ഇൻറ്ററാക്റ്റീവ് മാനറിലായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുക. Then design projects, that is professional design projects and students design projects. Then professional designൽ വരുന്നതാണ് to facilitate MSMEs to develop new design strategies and or design related products and services through project interventions and consultancy. അതായത് MSMEനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രൊജക്റ്റ് ഇൻ്റർവെൻഷൻസിലൂടെയും കൺസൾട്ടൻസിയിലൂടെയൊക്കെ നമ്മുടെ ഡിസൈൻ സ്ട്രാറ്റജീസിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് പ്രൊഫഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റുഡൻറ്റ് ഡിസൈൻ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് UG PG പ്രോഗ്രാംസിലെ ഫൈനൽ ഇയേഴ്സാണ് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളത്. ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ from institutions recognized by design clinic center are eligible under these activities. അതായത് ക്ലിനിക് സെൻറ്റേഴ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള UG PG ഫൈനൽ ഇയേഴ്സിനാണ് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളത്. ദെൻ ഹൂ ക്യാൻ അപ്ലൈ. ഇതിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഓൾ MSMEs വിത്ത് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനുള്ള എല്ലാ MSMEസിനും ഈ ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. ദെൻ ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് MSME DIയുമായിട്ട് ബന്ധപ്പെടാം. നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ഒരു പ്രൊജക്റ്റിനായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ MSMEയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാഡമിക് സ്ഥാപനവുമായിട്ട് സഹകരിക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു
ഇതിൽ വരുന്നത്, ഡിസൈൻ ക്ലിനിക് സ്കീമിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു.